നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. അഡീനിയത്തിൻ്റെ മഴക്കാല പരിചരണവും റീപോർട്ടിങ്ങും എന്നതാണ് ഇന്നത്തെ വിഷയം കേട്ടോ. ഇത് നോക്കുക, നല്ല കരുത്തായിട്ട് മണ്ണ് സെറ്റായി നിൽക്കുന്ന ഒരു ചട്ടിയാണ്. നിറയെ മണ്ണും മണലും കൂടി ഇട്ടിട്ട് ചട്ടിയിൽ സെറ്റായി നിൽക്കുന്ന ചെടിയാണ്. ഇങ്ങനെ ഒരു ചെടിയിൽ ഞാൻ നന്നായി കുത്തി ഇളക്കിയിട്ട് അതിൽ കമ്പോസ്റ്റും വളങ്ങളും സാധനങ്ങളും ഇട്ടു എന്ന് കരുതുക. എന്ത് സംഭവിക്കും? അതിൻ്റെ വേരുപടലങ്ങൾ പൊട്ടും. അവിടേക്ക് കമ്പോസ്റ്റിലെ ഫംഗസ് ഇതിലേക്ക് പെട്ടെന്ന് വ്യാപിച്ചു കഴിഞ്ഞാൽ ചെടി വേരോടെ ചീഞ്ഞു പോകും. പ്രത്യേകിച്ച് കമ്പോസ്റ്റ് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വണ്ടുകൾ, ബോറർ, വൈറ്റ് ഗ്രബ്സ് എന്നൊക്കെ പറയുന്ന തണ്ടുതുരപ്പം പോലത്തെ സാധനങ്ങൾ, അതിൻ്റെ വേര് തീനി പുഴൊക്കെ അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി സമയത്ത് നിങ്ങൾ ഒരിക്കലും അഡീനിയം ചെടിയുടെ കട ഇളക്കിയിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കരുത്. കുറച്ച് മുന്നേ ഈ മാസം മെയ് മാസം തുടക്കത്തിലിട്ട് മണ്ണിട്ട് മൂടിയ ആളുകൾക്ക് കുഴപ്പമില്ല. ഇനി നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുള്ളൂ, കാരണം ഈ മഴ വരാൻ പോവാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മളോട് എപ്പോഴും അഡീനിയം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ ജൂൺ മാസത്തിൽ ഇതിൻ്റെ വളപ്രയോഗം തൊട്ട് അടുത്ത മെയ് വരെയുള്ള കൃത്യം വളപ്രയോഗം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. നേരിട്ട് വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ആളുകൾക്ക് തൈ വേണം എന്ന് പറയുമ്പോൾ, ഗ്രാഫ്റ്റഡ് തൈ വേണമെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഗ്രാഫ്റ്റിംഗ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മാർച്ച് മാസത്തിലാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് ഫസ്റ്റ് വീക്ക് വരെ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രാവശ്യം ഗ്രാഫ്റ്റിംഗ് കാര്യമായി നടന്നിട്ടില്ല. കാരണം തൈകളൊന്നും ഗ്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്തപ്പോഴേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ചെടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല, ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ചെടികൾ ചോദിക്കുന്ന ആളുകളോട് നമ്മൾ പറയുക, മെയ് 15 ശേഷം നമ്മൾ അഡീനിയം ആർക്കും തരില്ല എന്ന് പറയും. അപ്പോൾ അതെന്താന്നുള്ള ആളോട് നമ്മൾ പറയുന്നതാണ്, ചൂടാക്കിയ മണ്ണ് അല്ലെങ്കിൽ വെയിലത്തിട്ട് നല്ല അണുനശീകരണം നടത്തിയ മണ്ണ് വേണം കുഴിച്ചിടാനെന്ന് പറയും. അങ്ങനെ അവരത് കുഴിച്ചിടുന്നു. ഫസ്റ്റ് നനയ്ക്കുന്നു. ഈ പറഞ്ഞ കൃത്യം വളമൊക്കെ കൊടുത്തിട്ട് എല്ലാം ചെയ്ത് ഫസ്റ്റ് നനയ്ക്കും. ഫസ്റ്റ് കഴിയുമ്പോഴേക്കും, അപ്പോൾ ഞാൻ മെയ് 15-ാം തീയതി ഞാൻ അയച്ചു കൊടുത്തതെന്ന് കരുതുക. ഒരു 17-ാം തീയതി 18-ാം തീയതി ആയിട്ട് അവരെ കയ്യിൽ കിട്ടി. അവരത് കുഴിച്ചിട്ടു. ഫസ്റ്റ് ഒരു നനച്ചു. 20-ാം തീയതിയായി. 10 ദിവസം കഴിഞ്ഞാൽ നല്ല മഴ വരും. ഇപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പം, ചട്ടിയിൽ ഒഴിച്ച വെള്ളം ഒരിക്കലും വലിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ഈർപ്പം അവിടെ പൂർണ്ണമായും നിന്നിട്ട് ഈ കൊണ്ടുപോയ ആളുകളുടെ ചെടി ചീഞ്ഞു പോകും. അവർ പരാതി പറയും, നിങ്ങൾ തന്ന ചെടി കേടുവന്നു പോയി. അതുകൊണ്ട് നമ്മൾ മെയ് മാസം ഫസ്റ്റ് കഴിഞ്ഞാൽ, മെയ് ഫസ്റ്റ് വീക്കിൽ കൊടുക്കാൻ പറ്റുക കൊടുക്കും. പിന്നെ അവരോട് പറയുക, UV ഷീറ്റിൻ്റെ ഷെഡുള്ള ആളുകൾക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്, നിങ്ങൾ ഓൺലൈനിൽ ചെടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല UV ഷീറ്റ് ഷെഡ് പോലുള്ള സൗകര്യങ്ങളുണ്ട്, നനയാതെ വെക്കാൻ പറ്റിയ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്ത് ചെടി വെക്കുക. എല്ലാ സമയത്തും ഇപ്പോൾ ജൂൺ മാസത്തിൽ ഓൺലൈനിൽ കണ്ടിട്ട് ചെടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, അതായത് ബെയർ റൂട്ട് പറിച്ചെടുത്ത തൈ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ വെച്ച ചെടിയിൽ അന്തരീക്ഷ ഈർപ്പവും മണ്ണിലെ ഈർപ്പവും കാരണം പുതുതായി വേര് വരാൻ വളരെ സമയമെടുക്കും. വേര് വരുന്നില്ല എന്ന് കാണുമ്പോൾ വെള്ളത്തിൻ്റെ കുറവാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കും. അതോടുകൂടി ചെടി പൂർണ്ണമായും ചീഞ്ഞു പോകും. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി മറ്റൊന്നുള്ള കാര്യം, മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന ചെടികളുടെ വേരുപടലങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞിട്ടാണ് തരിക. അത് നിങ്ങളെ ചട്ടിയിലേക്ക്, മണൽ കൂടിയ മണ്ണുള്ള ചട്ടിയിലേക്ക് വെച്ച് വേര് വരാൻ 1 മാസം മുതൽ 1.5 മാസം വരെ സമയമെടുക്കും. ഇപ്പം ജൂൺ മാസത്തിൽ നിങ്ങൾ തൈ വെച്ച് കഴിഞ്ഞാൽ ജൂലൈ ആവും അതിന് വേര് വരാൻ. അതുവരെ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാവില്ല, കാരണം ചെടി വളരില്ല, അങ്ങനെ തന്നെ നിൽക്കും, ഒരു അനക്കം ഉണ്ടാവില്ല, വെച്ച പോലെ നിൽക്കും. അപ്പോൾ നിങ്ങളത് കംപ്ലൈൻ്റ് ആവും. അതേപോലെ കൂടുതൽ വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ വളങ്ങളോ അടിച്ചു കൊടുക്കും, പലതും അടിച്ചു കൊടുക്കും, ചീഞ്ഞു പോകും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ മഴ അടുപ്പിച്ചില്ലാത്ത സമയങ്ങളിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ്. എന്നാൽ മഴക്കാലത്തും വാങ്ങി വെക്കാം. അത്തരം ആളുകൾ ഒന്നുകിൽ UV ഷീറ്റ് ഷെഡ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വളർത്തുക, അല്ലെങ്കിൽ 10 ചെടി വാങ്ങി വെച്ച ആള്, ഞാൻ പറഞ്ഞു തരാം, മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് കത്തിച്ചിട്ട് ആ 10 ചെടികളുടെ നടുവിലായിട്ട് ചെടീൻ്റെ മേലെ തട്ടാത്ത തരത്തിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ചെടിയുടെ ചട്ടിയിൽ നിന്നും ചുറ്റുഭാഗത്തുള്ള ഈർപ്പം ആ ബൾബിലേക്ക് ആകർഷിച്ച് ആ ചൂട് വരുന്നത് കൊണ്ട് ആ ഭാഗത്ത് ഏരിയ സേഫായി നിൽക്കും. ഞാൻ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കുന്നത് ഈ പരിപാടിയിലൂടെയാണ്. ആർക്ക് വേണമെങ്കിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ബെയർ റൂട്ടല്ല, ചട്ടിയിലുള്ള ചെടിയാണ് നിങ്ങൾ ഒരു മഴക്കാലത്ത് മേടിക്കണമെന്ന് കരുതുക. നിങ്ങൾ ആ ചട്ടി വേറൊരു ചട്ടിയിലേക്ക് മാറ്റാൻ ഒരിക്കലും നിൽക്കരുത്. ആ ചട്ടിയിൽ തന്നെ ഒരു 3-4 മാസം, അതായത് ഒക്ടോബർ വരെ ആ ചട്ടിയിൽ തന്നെ വെക്കുക. അവിടെ ഇരിക്കട്ടെ, അനക്കാതെ അവിടെ വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നനയ്ക്കുക, അല്ലെങ്കിൽ അതേപോലെ ഇരുന്ന് വെയിൽ കിട്ടുമ്പോൾ വെയിലത്തേക്ക് ഇറക്കി വെച്ച് വന്ന് സെപ്റ്റംബറിൽ മാറ്റുക.
ഈ മഴ സമയത്ത് നിങ്ങൾ റീപോർട്ട് ചെയ്താൽ അഡീനിയത്തെ സംബന്ധിച്ച് അതിന് പുതിയ നാമ്പുകളും വേരുകളും വരാത്തൊരു സമയമാണ്. വളർച്ച കിട്ടുമെങ്കിലും യഥാർത്ഥ അതായത് റൂട്ടിനുള്ള വളർച്ച തീരെ ഇല്ലാത്തത് കൊണ്ട് ചെടി നാശമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റ് ആണ്, നിങ്ങൾ മഴക്കാലത്ത് ബെയർ റൂട്ട് അഡീനിയം വാങ്ങി നശിപ്പിക്കരുത്. വാങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന സേഫ് പ്രൊട്ടക്റ്റീവ് സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തന്ന് ആരുടെയും അഡീനിയം നാശമായി പോകരുത് എന്ന് കരുതിയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക്